നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? RTD പറഞ്ഞു, തെർമിസ്റ്റർ പറഞ്ഞു, അതേപോലെ തെർമോകപ്പിൾ പറഞ്ഞു അല്ലേ? ഇത് മൂന്നും എന്താണ്? ഇറ്റ്സ് എ കോണ്ടാക്ട് സെൻസേഴ്സ് ആണ്. അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് സെൻസിങ് ചെയ്യാനുള്ള എലമെന്റിനായിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഡിവൈസസുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അല്ലേ? ഇനി ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഡിവൈസസിനെയാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റേഡിയേഷൻ സെൻസർ ഓർ പൈറോമീറ്റർ. ഓക്കെ, ഇവിടെ എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ സെൻസർ, അതായത് ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന്, ആ സെൻസിങ് എലമെന്റിൽ നിന്ന് വരുന്ന റേഡിയേഷനെയാണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല, അതിൽ നിന്ന് വരുന്ന റേഡിയേഷനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, when the temperature being measured are very high, it is impossible to have a physical contact with the medium to be measured. നമുക്ക് നല്ല ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു ഡിവൈസിന്റെ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ സെൻസ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസിന് അത് എന്തായാലും കേടുവരും സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്തിനെ ചെക്ക് ചെയ്യുന്നത്? അതിൽ നിന്ന് വരുന്ന, ആ ഒരു ഡിവൈസിൽ നിന്ന് വരുന്ന റേഡിയേഷനെ നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. ടെമ്പറേച്ചർ സെൻസർ ദാറ്റ് വർക്ക്സ് ഓൺ ദ റേഡിയേഷൻ മെത്തേഡ്സ് ആൻഡ് ഹെൻസ് റിക്വയർസ് നോ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ radiating system are called radiation pyrometer. Then ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it having three basic components. First of all, the optical system, detector and signal processing or memory unit. Okay, ഇതിലെ majority of thermocouples of this type use a lens or mirror optics for the optical system, and fiber optics are also being used for certain special systems. And radiation pyrometer with lens optics is shown in the figure. നമ്മളിവിടെ അതിൻ്റെ ചിത്രം ഒന്ന് കാണാം. അതിൻ്റെ മുന്നേ എന്താണ് പൈറോമീറ്റർ? എ പൈറോമീറ്റർ ഈസ് എ നോൺ കോണ്ടാക്റ്റിംഗ് ഡിവൈസ് ആൻഡ് intercepts any measured thermal radiation, and this device can be used to determine the temperature of an object surface without contact to the surface. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരുപാട് ടൈപ്സ് ഓഫ് പൈറോമീറ്റർ ഉണ്ട്, ഇതിലെ ഒന്ന് മാത്രം. ഓക്കെ, pyrometry is a technique for measuring the temperature without physical contact. It depends upon the relationship between the temperature of hot body and electromagnetic radiation emitted by the body. It is a technique for determining a body's temperature by measuring its electromagnetic radiation. And pyro is the Greek word which means the fire. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഫിഗർ, ബേസിക് പ്രിൻസിപ്പിൾ. ഇവിടെ നോക്കാം, ഇവിടെ ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലെൻസിലൂടെ എന്ത് ചെയ്യും? ഒരു നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിറ്റക്ടറിലേക്ക് കടത്തിവിടും. ഈ ചിലപ്പം തെർമിസ്റ്റർ ആവാം, RTD ആവാം, അല്ലെങ്കിൽ തെർമോകപ്പിൾ ആവാം, എന്തോ ആയിക്കോട്ടെ. നമ്മൾ ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ എല്ലാം കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇതിലേക്ക് എത്തിക്കും നമ്മുടെ ടെമ്പറേച്ചർ ഡിറ്റക്ടിങ്. ഇതാണ് നമ്മുടെ സെക്കൻഡറി ഡിവൈസ് ആണിത്. അപ്പോൾ നമുക്ക് ഇത് റേഡിയേഷൻ ആണ്. അപ്പോൾ റേഡിയേഷനെയാണ് ഇവിടെ ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസിലേക്ക് വരുന്നതും അത് ചെക്ക് ചെയ്യുന്നതും. Okay, then radiation parameter measures the radiant energy heat emitted or reflected by the hot object, and the heat radiant by the hot body is focused on the radiation detector, which absorbs almost all radiation falling on it. Where heat received by the detector is Q 2⁴. Then T absolute temperature of hot body. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഇടയിൽ ഒരു ലെൻസ് ഉണ്ടായിരിക്കും. ഈ ലെൻസ് ഹോട്ട് ബോഡിയിൽ നിന്ന്, ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ ലെൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഡിവൈസസിലേക്ക് ഒന്നിച്ച് ഒറ്റ ഇതായിട്ട് കൊണ്ടുവരും. ദെൻ നമുക്ക് രണ്ട് തരത്തിൽ റേഡിയേഷൻ പൈറോമീറ്റർ രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്ററും സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്ററും. ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന എല്ലാ വേവ് ലെങ്ത്തിനെയും ഇത് മെഷർ ചെയ്യും. സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത്തിനായിരിക്കും ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, then the working principle is
The thermal radiation sensors are guided by the basic law of black body radiation. The radiation pyrometer operates on the principles that the energy radiated from hot body is a function of its temperature. ഇതിലെങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഒബ്ജക്റ്റിന്റെ ആണോ നമുക്ക് ബോഡി ടെമ്പറേച്ചർ എടുക്കാനുള്ളത് അതിൽ നിന്ന് വരുന്ന റേഡിയേഷനെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ആ റേഡിയേഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? T⁴ ടൈംസ് എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും എമിറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിന്. The heat radiation by the hot body is focused on the temperature detector as shown in the figure, and according to Stephen Boltzmann law, the heat radiant from the body is Q is directly proportional to T⁴, T1⁴, where T1 is the absolute temperature of the hot body. അതായത് നമുക്ക് ആ ബോഡീൻ്റെ ടെമ്പറേച്ചറിനേക്കാളും നമ്മൾ ഡിറ്റക്ട് ചെയ്ത ടെമ്പറേച്ചറിനേക്കാളും 4 മടങ്ങ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും അതിൻ്റെ ഒറിജിനൽ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ റേഡിയൻറ്റ് പൈറോമീറ്ററും അതുപോലെ തന്നെ സെലക്റ്റീവ്. ടോട്ടൽ ആണെങ്കിൽ എല്ലാ വേവ് ലെങ്ത്തിനും ഡിറ്റക്ട് ചെയ്യും. സെലക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമുള്ളതിന് ചെക്ക് ചെയ്യുള്ളൂ. ദെൻ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, അതായത് റേഡിയേഷൻസ് വരുന്നു, ലെൻസ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഹോട്ട് സെൻസിങ് ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസസിലേക്ക് കടത്തിവിടുന്നു. അവിടെ വെച്ചിട്ട് അതിനെ ചെക്ക് ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ടോട്ടൽ റേഡിയേഷനിലും നടക്കുന്നത്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ റേഡിയേഷനും ഇൻഫ്രാറെഡും ഒപ്റ്റിക്കൽ പൈറോമീറ്റേഴ്സ്, അങ്ങനെ ഇൻഫ്രാറെഡ് പൈറോമീറ്റേഴ്സ് ആൻഡ് ഒപ്റ്റിക്കൽ പൈറോമീറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Then it consists of the radiation received element and a measuring device to indicate the temperature directly, and mirror focus the radiations on the radiant energy sensing transducer, and presence of any absorbing media between the targets and the transducer reduce the radiation received, and the pyrometer reads low. The maximum read ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1200°C മുതൽ 3500°C വരെ അതിൻ്റെ റേഞ്ച് പോസിബിൾ ആവുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നോ നീഡ് ഓഫ് എനി ഡയറക്റ്റ് ബോഡി കോണ്ടാക്ട്. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് യൂസ്ഫുൾ ഫോർ ദ ഒബ്റ്റൈനിങ് കണ്ടിന്യൂസ് വാല്യൂ ഓഫ് ദി ടെമ്പറേച്ചർ. കണ്ടിന്യൂറ്റി ഇതിന് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓൺലി യൂസ്ഫുൾ ഫോർ മെഷറിങ് വെരി ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് ഇത് പോസിബിൾ ആവുന്നത്. ഹയർ കോസ്റ്റ് ആസ് കമ്പയർഡ് ടു കൺവെൻഷണൽ തെർമോകപ്പിൾസ്. ഓക്കെ, ഇത്രയും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ന്യൂക്ലിയർ ഫാക്ടറി ആൻഡ് എനർജി ഫാക്ടറി, ഇങ്ങനെയുള്ള കെമിക്കൽ ഫാക്ടറി ഇവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ മെഷറിങ് ടെമ്പറേച്ചർ ഫ്രോം ഗ്രേറ്റർ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. Steam boilers, and to measure the temperature of liquid metals, and its melting the industries and metallurgy industries. ഇത്രയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ.